ലൈഫിൽ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഈ ശിശിരകാലം ഫോൾ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ കൂടി വരുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ മേപ്പിൾ ലീഫ്. കാണാനോ പറ്റുന്നില്ല. അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാലോ. നമ്മുടെ കയ്യിൽ അത്യാവശ്യം സോയിൽ ക്ലേ ഉണ്ടല്ലോ, അപ്പം അത് വെച്ചിട്ടുണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിച്ച്. പിന്നെ ഞാൻ വരയ്ക്കുന്ന കാര്യത്തിൽ ഒരു പുലി ആയതുകൊണ്ട് നമ്മൾ ട്രേസ് എടുത്തിട്ടാട്ടോ ഈ ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്ലേ കൊണ്ട് ഒന്നും ചെയ്യാൻ ഐഡിയ ഇല്ലാത്തവർക്ക് പറ്റിയ പരിപാടി കേട്ടോ ഇത്. പിന്നെ നമുക്ക് വരയ്ക്കാൻ വയ്ക്കില്ല എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കണ്ടല്ലോ. ഇതേപോലെ വരച്ച് ടെംപ്ലേറ്റ് ആക്കിയിട്ട് നമുക്ക് എന്ത് വേണേലും ഉണ്ടാക്കാം കേട്ടോ. ഈ ക്ലേ നമ്മൾ ഈ ഒരു എക്സാക്ടോ നൈഫ് വെച്ച് മുറിക്കുന്നത് ഭയങ്കര രസമാണ്. എന്തായാലും പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ ഈ മേപ്പിൾ ലീഫ് മൊത്തമായിട്ട് ആ ക്ലേയിൽ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വിചാരിച്ചത് അതിൻ്റെ വെയിൻസും ഇതുപോലെ ഇതിൽ വരച്ചെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് അത്ര വൃത്തിയായില്ല. അതുകൊണ്ട് നമ്മൾ ഒന്ന് വെള്ളം കൊണ്ട് ഒന്ന് റീടച്ച് ചെയ്തതിന് ശേഷം ഈ മീഷോന്ന് വാങ്ങിയ ക്ലേൻ്റെ ഒപ്പം കിട്ടിയ ഈ ഒരു ടൂൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാട്ടോ വരച്ചു കൊടുത്തുള്ളത്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയിട്ട് അതുതന്നെയാണ് യൂസ് ചെയ്തിരിക്കുകയെന്ന്. അല്ല, ഫസ്റ്റ് ടൈം ഉണ്ടാക്കി അത് പൊട്ടിപ്പോയി. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അപ്പോൾ ഞാനത് മൊത്തത്തിൽ കേടുവരുത്തി കളഞ്ഞിട്ട് രണ്ടാമത് ഉണ്ടാക്കിയതാട്ടോ അത്. അതുകൊണ്ട് വെയിൻസിനൊക്കെ ചെറിയ ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നും. പിന്നെ എൻ്റെ കയ്യിൽ ഓറഞ്ച് കളർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ യെല്ലോയും ഒരു ബ്രൗണും മിക്സ് ചെയ്തിട്ടാട്ടോ നമുക്ക് ഈ ഒരു ഓറഞ്ച് കളർ കിട്ടിയിട്ടുള്ളത്. നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് റെഫറൻസ് നോക്കുന്ന സമയത്ത് ഈ മേപ്പിൾ ലീഫിൻ്റെ ഇലയിൽ ഒരു ഓറഞ്ച്, യെല്ലോ, ബ്രൗൺ ടിൻസൊക്കെയാണ് കേട്ടോ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിൽ ഈ ഒരു ഷെയ്ഡ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ കുറേ ചെയ്യുമ്പോൾ അത് കൊളായി പോകുന്നു എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവിടെ വെച്ചിട്ട് നിർത്തുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഇൻസ്പയർഡ് ആണെങ്കിൽ പോലും അത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണോ, അതിലെന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ. അതുകൊണ്ട് പെയിൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. പിന്നെ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. കുറച്ച് ക്രാഫ്റ്റ് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്തായാലും രാത്രിയിൽ ഇത് കത്തിച്ച സമയത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ? പിന്നെ ക്ലേ വെച്ചിട്ട് അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. പിന്നെ സോയിൽ ക്ലേ ഉപയോഗിച്ച് ഫാൾ തീമിൽ നമ്മളൊരു ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓൾവേസ് ബി യുവർ ഹാപ്പി സെൽഫ്.